നബിക്ക് സന്മാർഗം കൊടുത്തത് ഞാനാണ്. അത് സുഡാനിലെ തിരികട്ടോ. ഇബ്രാഹിം നബിക്ക് സന്മാർഗം കൊടുത്തത് ഞാനാണ്. ഇബ്രാഹിം നബിക്ക് കൊടുത്തൊക്കെ നമ്മൾ കൊടുത്തിട്ട് കിട്ടിയതാണ്. എന്തിനാണ് പേരോടെ വഷളാകാൻ നിൽക്കുന്നത്? ഈ ഖസീദയോട് കളിച്ചാൽ ഖൽബിനും അപകടം വരും, നാവിനും അപകടം വരും. ഫലാ തഖൂലു ബിഹാറൻ അഹ്ലകത് സുഫുന, നിരവധി കപ്പലുകളെ തന്നെ മുക്കി താഴ്ത്തിയ സമുദ്രത്തോട് കളിക്കരുത് എന്ന് സയ്യിദി ഫഖ്റുദ്ദീൻ മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. പേരോട് ഷറാബുൽ വസ്ലി എന്ന 2665 വരികളുള്ള ഖസീദയിൽ നിന്ന് ആകെ ഈ മണിക്കൂറുകൾ എടുത്ത് പ്രസംഗിച്ചിട്ട് ഈ 2-3 വരി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതും മറ്റൊരാവശ്യത്തിന്. അത് പറഞ്ഞതിന്റെ കോലം ഇങ്ങനെയാണ്. ആദ്യം ഇബ്രാഹിം നബിയായിരുന്നു ഇബ്രാഹിം, ഇപ്പൊ സുഡാനിലെ ഇബ്രാഹിമായി. ഫലാ തഖൂലു ബിഹാറൻ അഹ്ലകത് സുഫുന, ഇനിയും ഖസീദയെ അധിക്ഷേപിച്ച് പ്രസംഗിക്കാനൊക്കെ പൂതിയുള്ളവർ, തസവുഫുമായി ബന്ധമുള്ള മഹാന്മാരായ ഉസ്താദുമാർ കുറെ അപ്പുറത്തുണ്ടല്ലോ, അവരോടൊക്കെ മുഷാവറ ചെയ്തിട്ട് മതി. ബഹുമാനപ്പെട്ട AP ഉസ്താദിനെ പോലുള്ള ആളുകൾ ഇത്തരം കളിക്ക് കൂട്ടുനിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനിയും ഇതൊരു വിവാദമായി കളിക്കാൻ പൂതിയുള്ളവർ AP ഉസ്താദിനോടൊക്കെ ചോദിക്കുക, ഈ ഖസീദയിൽ കളിക്കുന്നത് ഗുണാണോ? അവരോടും പറയുന്നു ഫലാ തഖൂലു ബിഹാറൻ അഹ്ലകത് സുഫുന. പിന്നെ ഇബ്രാഹിം എന്ന ഖസീദയിൽ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? അത് ആ ഖസീദയിൽ തന്നെ വേറെ പറയുന്നുണ്ടല്ലോ, വ്യക്തമായി പറയുന്നുണ്ട്. ആ ഭാഗം നന്നായിട്ട് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാനത് പാടിയിട്ടുണ്ട്, അർത്ഥം വെച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതിന്റെ വിശദീകരണം അതേ കിതാബിൽ അതേ ഖസീദയിൽ തന്നെ പറയുന്നുണ്ട്. അത് കേട്ടാൽ മതിയല്ലോ ബാക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ. ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇബ്രാഹിം എന്നാൽ ആരാണ് അതും അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടും ഷെയ്ഖ് മുഖ്താറിന്റെ നാവിലൂടെ വന്നതല്ലേ. ഏതായാലും ഇബ്രാഹിമ, മകൻ ഇബ്രാഹിം എന്നപ്പോ പറയുന്നത് ഇബ്രാഹിം നബി ആദ്യ അർത്ഥം വെച്ചിട്ട്. അപ്പൊ ഇവരുടെ പാണ്ഡിത്യം മാത്രമല്ല, തരീഖത്തിനെ കുറിച്ച് എത്ര ഒരു പഠിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇബ്രാഹിം എന്നത് റംസിയാണ്, പ്രതീകമായി. ഇമാം ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, സൂഫിയാക്കളുടെ ഇബാറത്തുകളിൽ പലപ്പോഴും ഇബ്രാഹിമി മഖാം കിതാബിലൊക്കെ ഉണ്ട്. മൂസവിയാണ്, ഈസവിയാണ്. സയ്യിദി മുഹീദ്ദീൻ ഇബ്നു അറബി റളിയല്ലാഹു അൻഹുവിന്റെ സംസാരത്തിൽ ഈസവിയിലാണ് ഇപ്പോഴും, ഇബ്രാഹിമിയിലാണ് ഇപ്പോഴും, മൂസവിയിലാണ് ഇപ്പോഴും, യൂസുഫി മഖാമിലുള്ളവരാണ് എന്ന് പറയുന്ന ആ പ്രയോഗമുണ്ട്. അപ്പൊ പിന്നെ അർത്ഥം വെക്കേണ്ടത് ആരാണ്? ഷെയ്ഖ് മുഖ്താർ തന്നെ എമ്പാട് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ആ പേരോട് കയ്യിൽ അക്കിതാബ് തന്നെ ഇബ്രാഹിം എന്ന് ഞാൻ ഉപയോഗിക്കുന്നത് ഫഇബ്രാഹീമു ഇൻദി മൻ യരിസുനി അലൽ അയ്യാമി മിമ്മൻ ഖദ് വസൽതു, ഫഇബ്രാഹീമു ഇൻദി മൻ യരിസുനി. ഇബ്രാഹിം എന്ന് ഞാൻ ഉപയോഗിക്കുന്നത് എന്റെ വീക്ഷണത്തിൽ, എന്റെ പരിപ്രേക്ഷ്യത്തിൽ, എന്റെ പാരായണത്തിൽ, ഞാൻ തൽഖീൻ ചൊല്ലുന്നതിൽ ഞാൻ നിങ്ങളോട് പറയുന്ന ഇബ്രാഹിം ആരാണ്? മൻ യരിസ്നി അലൽ അയ്യാമി, കാലാകാലങ്ങളിലായി എന്നെ അനന്തരമെടുക്കുന്ന വാരിസാരോ അവനാണ്. കാലാകാലങ്ങളിലായിട്ട്, അതായത് ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു മാത്രമല്ല, അവർക്ക് ശേഷം ഇനി ഒരാൾ വന്നാൽ ആ മഖാമാണ് ഇബ്രാഹിം. മിമ്മൻ ഖദ് വസൽതു എന്നിട്ട് പിന്നെ പറയുന്നു ഇമാമുൻ ഫീ കിതാബില്ലാഹി റംസുൻ. ഇമാമുൻ എന്നത് അള്ളാഹുവിന്റെ കിതാബിൽ റംസായിട്ട്, അതാണ് സൂഫികളുടെ ഭാഷ. റംസായിട്ട് എന്ന് പറഞ്ഞാൽ ഇമാമുൻ എന്ന പദവിയിൽ മഖാമിലുള്ളവർക്ക് അങ്ങനെ ഉപയോഗിക്കും. യുകന്നാഹുൽ അഇമ്മത്തു ഖദ് റമസ്തു. ഇമ്മത്ത്, ഇമാം അലി, ഇമാം ഹുസൈൻ, അവരൊക്കെ ഇമാം എന്ന പദവിയിൽ തൊട്ടടുത്തുള്ള ആളെപ്പറ്റി പറയുമ്പോൾ ഇബ്രാഹിം എന്ന ആ രീതിയിലാണ് ഞാൻ ഉപയോഗിച്ചത്. അലാ ഹാദാ ഫഖീസു കുല്ല മാന വഇൻ മിൽതും ഫഇന്നൽ ഫൗഖ തഹ്തു. നിങ്ങൾ എന്റെ വാക്കിനെ ഇങ്ങനെ വേണം ഖിയാസാക്കാൻ. ഇതും അതേ കിതാബിലില്ലേ പേരോടെ. ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു നാവിലൂടെ വന്ന ഷെയ്ഖ് മുഹമ്മദ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം ലോകം പരിചയപ്പെട്ട, ഞാൻ ആവർത്തിക്കുന്നു, ഈ അടുത്ത നൂറ്റാണ്ടിലൊന്നും ഹഖീഖത്തിന്റെ മാരിഫത്തിന്റെ മേഖലയിൽ ഇത്രയും ഉത്കൃഷ്ടമായ ഒരു ഖസീദ ഷെയ്ഖ് മുഖ്താർ റളിയല്ലാഹു അൻഹുവിന്റെ നാവിലൂടെ വന്ന ഖസീദ പോലെ, ഷറാഫുൽ റസ്ൽ പോലെ ഇല്ല, കാണിക്കാനില്ല.
മറുപടിയിൽ കളിയാക്കാൻ ശ്രമിച്ചല്ലോ, മുഖ്താർ പടുജാഹിലാണ്. എന്താണ് ഈ പറയണത്? മുഖ്താർ ആരാവട്ടെ, അള്ളാഹു ആ മക്കാമിലേക്ക് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ തിരുനാവിലൂടെ ഉയർന്നു വന്നതാണ് ഈ ഗീതങ്ങൾ. ഇതിനെ ലോകം മുഴുവൻ പുകഴ്ത്തിയിട്ടുണ്ട്. പേരോട് മാത്രം എന്തെങ്കിലും ഒച്ചപ്പാടാക്കിയതൊന്നും കാര്യമല്ല. കക്കാട് ശൈഖ് മുഖ്താർ റളിയല്ലാഹുവിന്റെ വാരിസാണ് എന്ന് പറയുന്നത് വെറുതെ അല്ല. അലാ ഹാദാ ഫഖീസു കുല്ല മാന വഇമ്മിൽതും ഫഇന്നൽ ഫൗഖ തഹ്തു. റംസിന് ഇമാമ് എന്ന പദവിയിലാണ് ഇബ്രാഹിം എന്ന് ഞാൻ ഉപയോഗിക്കുന്നത്. അത് കാലാകാലങ്ങളിൽ എന്നെ അനന്തരമെടുക്കുന്ന വാരിസാണ്. ആ പദത്തിനാണ് ഞാൻ അങ്ങനെ ഉപയോഗിച്ചത്. അത് നിങ്ങൾ അതുപോലെ മനസ്സിലാക്കിയില്ലെങ്കിൽ, നിങ്ങൾ തെറ്റിപ്പോയാൽ അടിമറിഞ്ഞു പോകും. അടിമറിയാതിരിക്കണമെങ്കിൽ ഇബ്രാഹിം എന്ന് ഞാൻ ഉപയോഗിച്ചത് ആരാ എന്താ എന്ന് നിങ്ങൾ പഠിക്കണം. എന്നിട്ട് പറയുന്നത് ഇബ്രാഹിം ആരാണ്? എന്റെ വാരിസ്. എന്റെ വാരിസ് ആരാണ്? എന്റെ റാവി. റാവി എന്ന് പറഞ്ഞാൽ ഞാൻ തരുന്ന ഈ ഷറാബിനെ, ഈ 2665 ഖസീദയെ നിങ്ങളിലേക്ക് പകർന്നു തന്ന നിവേദകൻ, റിപ്പോർട്ടർ. അദ്ദേഹമാണ് എന്റെ ലിസാനിൽ സംസാരിക്കുന്നത്. അദ്ദേഹമാണ് എന്റെ അമീൻ. അദ്ദേഹമാണ് എന്റെ സിറ് സൂക്ഷിക്കുന്ന ആള്. അദ്ദേഹത്തിന് ഇബ്രാഹിം എന്നാണ് ഞാൻ വിളിക്കുന്നത്. അദ്ദേഹം ഈജിപ്തുകാരനാണ്. അവിടെ പോയിട്ട് കണ്ടുപിടിക്കുക എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴോ ലിസാനി അസ്ബഹ റാവി അലൈഹി അമീനൻ ലൈതകും ലൗ തഖിലൂന. എന്റെ റാവി ഇതിന് അമീനാണ്. അല്ലെങ്കിലും ശൈഖ് മുഖ്താർ റളിയല്ലാഹുവിന്റെ ലിസാനിലൂടെ, നാവിലൂടെയാണ് ഷറാബുൽ വസ്ൽ വലിയ ശൈഖ് വഫാത്തായി 10-ാം ദിവസം വന്നത്. അന്ന് മുതൽ ശൈഖ് മുഖ്താർ ഇൽമിന്റെ സാഗര സമാനമായ ഇൽമാണ്. കക്കാട് പറയുന്ന പ്രസംഗത്തിൽ പറയുന്ന എന്തെങ്കിലും ഒരു അബദ്ധം വെച്ചിട്ടല്ല ഷെയ്ഖിന്റെ ഇൽമ അളക്കേണ്ടത്. ഞാൻ വീണ്ടും പറയാ, എന്റെ അടുത്ത് കുറവ് വന്ന എന്നെ കുറ്റം പറയാ. എന്തും പറഞ്ഞോ, ഷെയ്ഖ് മുഖ്താറിന്റെ ഇൽമിനെ പറ്റി അവിടെ ചർച്ച. ആ ഖസീദ കിട്ടിയ ആ സെക്കൻഡ് മുതൽ, വാരിസിയ്യത്ത് കിട്ടിയത് മുതൽ, വിലായത്തിന്റെ ഉന്നതമായ ഫതഹ് അന്നും ഇന്നും ഷെയ്ഖ് കാണിക്കുന്നു. അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ വലിയ വലിയ ഉസ്താദുമാർ ഷെയ്ഖ് മുഖ്താറിന്റെ ഇൽമ എഴുതിയെടുക്കുകയാണ്. പേരോടിന്റെ ഒക്കെ ഭാഷയിൽ കക്കാട് ഏതായാലും വിവരമില്ലാതെ കുടുങ്ങിപ്പോയി, മദനി ഏതായാലും ജാഹിലാണ്, അയാൾ ഇന്ത്യയിൽ കുടുക്കി എന്നാ പറയണത്. ഞാൻ ചോദിക്കട്ടെ പേരോടെ, മിസ്റിൽ നിങ്ങൾ പോയിട്ടുണ്ടല്ലോ, ഒന്ന് കാണാൻ ശ്രമിക്കാനിട്ടല്ലേ? 100-200 ആളുകളുള്ള മജ്ലിസിൽ ശൈഖ് മുഖ്താർ റളിയല്ലാഹു അൻഹു ഒരു പുസ്തകമില്ല, ഒരു കിതാബ് കയ്യിൽ വെക്കുന്നില്ല. ലദുന്നിയായ ഇൽമ് നിങ്ങളെ കൊണ്ട് ഇനിയും ഞാൻ കുറ്റം പറയിപ്പിക്കുന്നില്ല. ലദുന്നിയായ സഫാഹത്ത് വിഡ്ഢിത്തന്നാണ് കളിയാക്കിയത്. അതിന് മുഖ്താറിന്റെ ഒരു ലഫ്സ് എടുത്ത് പഠിച്ചിട്ടുണ്ടോ? ഈ ബൈത്ത് ഇബ്രാഹിം എന്ന വിഷയം പറയാൻ വേണ്ടി ഉപയോഗിച്ചതല്ലാതെ പേരോട് അത്തരം ഒരു വഴിയിലേക്ക് നിരൂപണത്തിന് വരുന്നില്ല. ഇനിയും ഞാൻ അദ്ദേഹത്തെ വാശി പിടിപ്പിക്കുന്നില്ല, പേടിച്ചിട്ടല്ല. അദ്ദേഹം ഇനിയും നാവും കൽബും വെടക്കായി പോണ്ടെന്ന് കരുതിയിട്ടാ. മിസ്റിൽ ഇപ്പൊ കാണുന്നത് എന്താ? അൽ അസ്ഹറിലെ ഉസ്താദുമാർ നോട്ട് ബുക്കും എടുത്തൊരു ഷെയ്ഖ് മുഖ്താറിന്റെ മജ്ലിസിൽ ഇരിക്കുക, 5, 6, 7 മണിക്കൂറൊക്കെ ചിലപ്പം കുറഞ്ഞ സമയങ്ങൾ ഹഖായിഖിന്റെ ഇൽമ്, ഖുർആൻ ഓതി, സുന്നത്ത് പറഞ്ഞ് എത്ര ഭംഗിയായിട്ട് പറയുന്നു. ഞാനിതിൽ കുടുങ്ങിപ്പോയതാണ് എന്ന് പേരോട് അല്ലാഹു തആല ഈ ഇസ്തിഖാമത്ത് ഉറപ്പിച്ചു തരട്ടെ. ഇതാണ് എന്റെ ദുആ. എഴുതിയെടുക്കുന്ന 100 കണക്കിന് ആലിമീങ്ങൾ, അസ്ഹറിലുള്ള ഉസ്താദുമാര്. എന്നിട്ട് മിസ്ർ എന്ന് പറഞ്ഞ കേരളം പോലെയല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇന്ത്യ എന്ന റിപ്പബ്ലിക് പോലെ വലിയൊരു രാജ്യമാണ്. അവിടെയുള്ള മുഴുവൻ 77 ഷെയ്ഖുമാർ, വലിയ വലിയ ആളുകളൊക്കെ ഉണ്ട് ആ കൂട്ടത്തിൽ. നല്ല നല്ല വലിയ വലിയ മശായിഖന്മാരുടെ മക്കളുണ്ട്. അൽ ഉസ്താദ് അബ്ദുൽ ഹമീദ് മഹ്മൂദിനെ പോലുള്ള, അൽ ഉസ്താദ് മാളി അബുൽ അസായിമിനെ പോലുള്ള റളിയല്ലാഹു അൻഹും, അൽ ഉസ്താദ് സക്കി ഇബ്രാഹിം റളിയല്ലാഹു അൻഹു, അവരുടെയൊക്കെ മക്കളും ഇന്ന സ്ഥാനത്തുണ്ട്. അവരൊക്കെ കൂടി പറയാണ് ഞങ്ങൾക്കൊക്കെ നേതൃത്വം തരാൻ 10 ആള് വേണം, അതിലൊന്ന് ഷെയ്ഖ് മുഖ്താർ ആയിരിക്കട്ടെ. എന്നിട്ട് ഇപ്പൊ തെരഞ്ഞെടുത്തു, ആദരവ് കൊടുത്തു, പത്രത്തിലൊക്കെ വന്നു കഴിഞ്ഞ ആഴ്ച. ആ മുഖ്താർ പടുജാഹിലാണ് എന്ന് പറയുമ്പോ അദ്ദേഹത്തിന്റെ ഇൽമ തേടിയിട്ട് ഷെയ്ഖുൽ മശായിഖ് മുഹമ്മദ് ഹസൻ സയ്യിദ് ഷിന്നാവി ഷെയ്ഖ് മുഖ്താറിന്റെ ഹദ്റത്തിൽ മജ്ലിസിൽ വന്നുകൊണ്ടിരിക്കുന്നു. അൽ അസ്ഹറിന്റെ വൈസ് ചാൻസലർ ആയിരുന്ന ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിം, അദ്ദേഹം വന്നുകൊണ്ട് വ്യക്തമായി ക്ലാസ് കേൾക്കുന്നു, സ്റ്റേജിലിരിക്കുന്നു, സദസ്സിലിരിക്കുന്നു, കാണുന്നു. നമ്മൾ അദ്ദേഹം വേറെ തരീഖത്തിലുള്ള ആളാണ്, എന്നിട്ടും ഇൽമിന് വേണ്ടി ഷെയ്ഖിന്റെ അടുത്ത് വരുന്നു. ഇപ്പോൾ പേരോടിന്റെയും നമ്മുടെ സംഘടനക്കാരുടെയും നയം ഷെയ്ഖ് മുഖ്താറിനോട് ബന്ധപ്പെടുന്നവരും മോശക്കാർ, അംഗീകരിക്കുന്നവരും മുഴുവൻ മോശക്കാർ അല്ലെങ്കിൽ വഹാബികൾ, ഈ രൂപത്തിലാണ് എഴുതി തള്ളുന്നത്. ഡോക്ടർ അഹമ്മദ് ഉമർ ഹാഷിമിനെയൊക്കെ മുജാഹിദാക്കാൻ വിഫല ശ്രമം നടത്തിയില്ലേ?
ഡോക്ടർ സയ്യിദ് മുഹമ്മദ് ആലവി അൽ മാലിക്കി, കാന്തപുരം ഉസ്താദിന്റെ സനദിലുള്ള മഹാനാണ്. അദ്ദേഹത്തിന്റെ മഫാഹിം എന്ന കിതാബിൽ ലോക സുന്നി ഉലമാക്കളുടെ അവതാരിക വാങ്ങിയതിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഡോക്ടർ അഹമ്മദ് ഉമർ